ആവരുത്, ആ ഉസ്താദ് ഇന്ന സമയത്താണ് എഴുതി തന്നല്ല. ഒരുപാട് നിബന്ധനകൾ നോക്കി നിങ്ങൾ. ഒരു ഐക്കല്ല് എഴുതുന്ന വ്യക്തിയിലുള്ള നിബന്ധന മഹാന്മാര് പറയാണ്, അത് എഴുതുന്ന സമയത്ത് ആ വ്യക്തിക്ക് ശുദ്ധി ഉണ്ടാവണം എന്നാണ്. ഒരു ഐക്കല്ല് എഴുതുമ്പോഴേ, അപ്പൊ ആയത്തുൽ കുർസി ഐക്കല്ലായിട്ട് എഴുതി തരികയാണെങ്കിൽ ആ എഴുതുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്ത് വേണം? ശുദ്ധിയുണ്ടാവണം. അതുപോലെ തന്നെ മറ്റൊരു നിബന്ധനയാണ് എന്ത്? ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് എഴുതണം. ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് എഴുതണം. അതുപോലെ തന്നെ ആ എഴുതുന്നത് സൂര്യപ്രകാശം കാണാൻ പാടില്ല. നോക്കി നിങ്ങൾ, ഞാനിത് പറയാൻ കാരണം ചിലപ്പം ചില ആളുകൾക്കൊക്കെയും ഇത്തരം ചികിത്സകളിലുള്ള വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. ഞാൻ അങ്ങനെ പല ഉസ്താദുമാരെ അടുത്തും പോയി പല ചികിത്സയും നടത്തി, പല ചികിത്സകളും നടത്തി, എനിക്കതുകൊണ്ടൊന്നും കാര്യം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലപ്പം കാര്യം കിട്ടാത്തത് ഈ തന്ന വസ്തുവിന്റെ പോരായ്മ കൊണ്ടായിക്കോണമെന്നില്ല. ചിലപ്പം എന്താവാം? തന്നവന്റെ പോരായ്മയുമാവാം. തന്നവന്റെ പോരായ്മയുമാവാം. അപ്പൊ നോക്കൂ, സൂര്യപ്രകാശം കാണാൻ പാടില്ല, എഴുതിയവൻ അത് വായിക്കാൻ പാടില്ല, ആ എഴുതിയത് പിന്നെ ജീവനുള്ള ഒരു ജീവിയും അത് കാണാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ. ഈ നിബന്ധനകളൊക്കെയും പാലിച്ച് ഒരു ഐക്കല്ലുകൾ എഴുതുമ്പോൾ ആ ഐക്കല്ല് എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ കെട്ടിയത്, ആ കെട്ടിയ ഉപകാരം അവനിക്ക് ലഭിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ച് ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യും? ഇഖ്ലാസ് ലഭിക്കും. ഇപ്പൊ നമ്മുടെ അബു അമീൻ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് നിസ്കാരത്തിലൊക്കെ പല പല ചിന്തകൾ വരുന്നു, എത്ര ശ്രമിച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല. എന്താ ഞാൻ ഈ പറഞ്ഞ മാതിരി നിസ്കരിക്കാൻ നിൽക്കുമ്പോ കുറച്ച് നിബന്ധന ഉണ്ട്. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പല നിബന്ധന ഉണ്ട്. അതൊക്കെ പിഞ്ഞാനും എഴുതുന്നിടത്തും ഉണ്ട് എന്നുള്ളതാ. ഞാനങ്ങനെ ഈ ഇഖ്ലാസിന്റെ വിഷയം പറഞ്ഞപ്പോ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഏത് വിഷയത്തിനും അതിൻ്റെതായ കുറെ മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കലാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. അത് പ്രകാരം ആ ഇബാദത്ത് ചെയ്യുമ്പോ അത് ഐക്കല്ലാണെങ്കിൽ അതിന്റെ ഫലം കിട്ടും, പിഞ്ഞാനാണെങ്കിൽ അതിന്റെ ഫലം കിട്ടും, അല്ല നിസ്കാരാണെങ്കിൽ നിസ്കാരത്തിന്റെ ഫലം കിട്ടും. നമ്മൾ ഇന്നിപ്പോ നമ്മുടെ നിസ്കാരത്തിന്റെ ഒക്കെ അവസ്ഥ എല്ലാവരും എന്നല്ല പറഞ്ഞത്, വല്ല ആൾക്കാരും. അതായത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ച് പുറത്തിറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മളത് ഒരു ഓട്ടോമാറ്റിക്കായി അങ്ങനെ നടക്കുക. നേരെ മറിച്ച് ഈ ജമാഅത്തായി നിസ്കരിക്കുമ്പോ 27 ദറജ കൂലി അധിക. എന്താ അതിൻ്റെയൊക്കെ 27 ദറജ ഏതൊക്കെയാണെന്ന് പണ്ഡിതന്മാർ ആ അത്തരം ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ബാങ്ക് കൊടുക്കുമ്പോ ബാങ്ക് കൊടുത്തു, എല്ലാം നിർത്തിവെച്ചു, നേരെ പള്ളിയിലേക്ക് ആ ജമാഅത്തായി നിസ്കരിക്കാൻ പോകുമ്പോഴുള്ള നിബന്ധനകൾ പാലിച്ചു പള്ളിയിലെത്തി. അങ്ങനെ ഇക്കാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ മുമ്പുള്ള റവാത്തിബൊക്കെ നിസ്കരിച്ച് നമ്മൾ അവിടെ നിസ്കാരത്തിനും വേണ്ടി കാത്തിരിക്കുക. നിസ്കാരത്തിനും വേണ്ടി കാത്തിരിക്കുക. ആരാ ചെയ്യുന്നത്? ആരപ്പത് ചെയ്യോ? നിസ്കാരത്തിനും വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് എവിടെയാണെന്ന് സമയമുള്ളത്? സമയമില്ല. ആ നിസ്കാരത്തിനും വേണ്ടി കാത്തിരുന്നു വരും അല്ലാ എന്നുള്ള ചിന്തയിലായിട്ട് മാത്രം ഇരിക്കുക. അങ്ങനെ ആ നിസ്കാരത്തിന്റെ മുന്നോടിയായി എന്ത് ചെയ്യുക? ഒരു ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്ത് ഓതുക. അതുപോലെ തന്നെ റബ്ബി അഊദു ബിക മിൻ ഹമദാത്തി ശയാത്തീൻ അൻ യഹ്ളുറൂൻ, അല്ലാഹുവേ ശൈത്താനിന്റെ ആധിപത്യം, ശൈത്താൻമാർ എന്നിൽ ഹാജരാവലിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പോലത്തെ ദിക്റുകൾ ചൊല്ലി. അങ്ങനെ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ, ഇമാമ് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ മഅ്മൂമായ നമ്മളും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നു. അങ്ങനെ ആ നിസ്കാരത്തിലേക്ക് ആ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത്, ആ കൈ ഉയർത്തുന്ന സമയത്ത്, അതുപോലെ തന്നെ കൈ വെക്കുന്ന സമയത്ത്, നൃത്തത്തില്, റുക്കൂഇലേക്കുള്ള പോക്കില്, റുക്കൂഇൽ നിൽക്കുന്ന സമയത്ത്, റുക്കൂഇൽ നിന്ന് ഉയരുമ്പോ, ഇങ്ങനെ ഓരോ സമയത്തും നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കയ്യും കാലും എങ്ങനെ ഏത് രൂപത്തിൽ എല്ലാ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. ചില മഹാന്മാർ പറഞ്ഞു, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള തരീഖത്ത് എന്താ?
ഓനിക്കൊരു മുറബിയായ ഷെയ്ഖിനെന്ന് കണ്ടെത്താൻ സാധ്യമല്ല. എങ്കിലൊരു മുറബിയായ ഷെയ്ഖിനെ കണ്ടെത്തിയാൽ തന്നെ എന്ന് സങ്കല്പിച്ചു എന്ന് വെക്കുക. ആ ഷെയ്ഖ് പറയുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നേരെ മറിച്ച് ഒരു സാധാരണക്കാരൻ ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിസ്കരിക്കുന്ന സമയത്ത് അവയവങ്ങളും കാര്യങ്ങളൊക്കെയും ഏത് രൂപത്തിൽ വെക്കണം, എങ്ങനെ ചെയ്യണം വ്യക്തമായി പറയുന്നുണ്ട്. അതേ രൂപത്തിൽ നമ്മൾ ഓരോ വക്തും നിസ്കരിച്ചു നോക്കി. പക്ഷെ നമ്മളത് മന്ദിച്ചല്ല. പല ആളുകളും നിസ്കാരത്തിൽ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയം വരെ അവന്റെ കയ്യിൽ മൊബൈലാ. എപ്പോഴാ ഇമാമ റുക്കൂഇലേക്ക് പോയി ഇമാമ റുക്കൂഇലേക്ക് പോയി ആ ഇമാമിന്റെ ഒപ്പം റുക്കൂ കിട്ടിയോ അല്ലാഹു അഅലം. ആ റുക്കൂ കിട്ടിയോ ഇല്ലേന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള ഒരു പിന്തുടരാണ് ഇമാമിന്റെ ഒപ്പം റുക്കൂയിലുള്ളത്. അവരെ ശെക്ക് വരുമ്പോ ചിലപ്പോ ആ റക്കാഅത്ത് തന്നെ അവനക്ക് കിട്ടുന്നില്ല, റക്കാഅത്ത് തന്നെ അവനിക്ക് കിട്ടുന്നില്ല. ആ കോലത്തിലുള്ള റുക്കൂയില് ലാസ്റ്റ് ഇമാമ റുക്കൂയിൽ നിന്ന് പൊന്താവുന്ന സമയം വരെ മൊബൈലിൽ അവൻ കളിക്കുകയാ. എന്നിട്ട് ഇമാമ റുക്കൂയിൽ നിന്ന് പൊന്തീന്ന് തോന്നുമ്പോഴേക്ക് മൊബൈല് മെല്ലെ ഒരു നിലത്ത് വെച്ച് അതല്ലെങ്കിൽ പോക്കറ്റിലേക്ക് അല്ലാഹു അക്ബർ എന്നൊരു പോക്ക. ഇവൻ അല്ലാഹു അക്ബർ പറഞ്ഞപ്പോഴേക്ക് ഇമാമ റുക്കൂയിൽ നിന്ന് പൊന്തിയോ. അക്കല്ലു റുക്കൂഇന്റെ ഖദറിൽ ഇമാമിനോടൊപ്പം എനിക്ക് തുമഇനീനത്ത് കിട്ടിയോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണെന്നറിയോ? ആ ഒരു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരു 2 മിനിറ്റ് മുന്നെങ്കിലും നമുക്ക് അതിന്റെ ഇപ്പൊ ബാങ്ക് കൊടുത്താൽ ഒരു 15 മിനിറ്റൊക്കെ ഉണ്ടാവും പല പള്ളിയിൽ ഇഖാമത്തിന്. ആ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പള്ളിയിലെത്താനൊന്നും നമുക്ക് സാധിക്കൂല. ഒരു 2-3 മിനിറ്റ് മുന്നെങ്കിലും എല്ലാ ശ്രദ്ധയും നമ്മുടെ ഭൗതികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഒരു നിസ്കരിക്കാനാണ് ഞാൻ ഈ പോകുന്നത്, നിസ്കാരത്തിലാണ് ഞാനുള്ളത് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അതില്ല. ഇപ്പൊ നമ്മൾ ചില കഥകളൊക്കെ നടത്തുന്നവർ, ഞാൻ ആരെയും ആക്ഷേപിക്കല്ലോ, പക്ഷെ നമുക്ക് അത്രേ സാധിക്കുന്നുള്ളൂ. പക്ഷെ അത്രേ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരെ വിജയിക്കുകയുള്ളൂ. ചില ഗൾഫിലൊക്കെ ഞാനിപ്പോ ഈ ഉംറക്കൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. മക്കത്ത് ഹറമിന്റെ അടുത്തും അതുപോലെ തന്നെ മദീനയുടെ ഹറമിന്റെ അടുത്തൊക്കെയും ആ പള്ളിയിൽ നിന്ന് ഇക്കാമത്ത് ആ കേൾക്കുന്ന നേരത്ത് പെട്ടെന്ന് ഷത്തർ താത്തുന്നു, പെട്ടെന്ന് മന്തി ചൊല്ലുന്നു, അല്ലാഹു അക്ബർ, കഴിഞ്ഞ്. അവിടെ നിയ്യത്ത് തന്നെ ശരിയായോ? നിയ്യത്തിലുള്ള സുന്നത്തുകളും ഫർളുകളൊക്കെ പാലിച്ചോ? ഇല്ല, പലപ്പോഴും ഇല്ല. എത്രയോ അബദ്ധങ്ങൾ. ഞാൻ കൂട്ടത്തിലൊന്ന് പറയട്ടെ. അപ്പൊ മദീനയിലേക്കും ചെന്നാക്കാണ് റസൂലുള്ളാന്റെ മസ്ജിദുൻ നബവി. അവരെ ഒരു അഭിപ്രായ പ്രകാരം എന്താണ്, റസൂലുള്ളാന്റെ കാലത്ത് ആ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിസ്കരിച്ചാലേ 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടുകയുള്ളൂ എന്ന് ചില മഹാന്മാർ പറയുന്നുണ്ട്. അല്ല, പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും ആ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ മദീനയിലൊക്കെ കാണാം, ആ മുറ്റത്ത്, ആ മസ്ജിദ് നബവിയുടെ മുറ്റത്ത് അങ്ങനത്തെ എത്തുന്നു. അവിടെ കുറച്ച് ആൾക്കാർ സഫ് കെട്ടിയിട്ടുണ്ടാവും, ഓല പിന്നില് അല്ലാഹു അക്ബർ. റസൂലുള്ളാന്റെ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട മസ്ജിദ് നബവിയുടെ ഉൾഭാഗത്ത് എത്രയോ സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അങ്ങോട്ടൊന്നും കേറി നിൽക്കാനൊന്നും നേരില്ല. എവിടെ ആരോ ജമാഅത്ത് സഫ് കെട്ടിയത്, ഓല പിന്നിൽ അല്ലാഹു അക്ബർ. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ഇഖ്ലാസ് ലഭിക്കാതിരിക്കാൻ കാരണം എന്താ? ഏത് അമലിന്റെയും നിബന്ധനകളുണ്ട്. ഏത് വിഷയത്തിലോളൂ ആയാലും, ഐക്കല്ലായാലും, നിസ്കാരമായാലും എല്ലാത്തിനും നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പാലിച്ച അമല് ചെയ്യുക, അതന്നെയാണ് ഇഖ്ലാസ്. അങ്ങനെ നമ്മൾ കുറെ മെനക്കെടുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കഠിനാധ്വാനം ചെയ്ത ഒരു അമല് അതിന്റെ ശരിയായ രൂപത്തിൽ ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരുനോട്ടം നമ്മുടെ ഖൽബിലേക്ക് ഉണ്ടായിത്തീരും. ആ നോട്ടം വരുമ്പോഴാണ് എന്ത്? അതാണ് നൂറ് തജല്ലിയാത്ത്. ഞാൻ ഇതിന് തെളിവായി ഒരു വിഷയം പറയാം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ അദിക്കിയ, നമ്മൾ അബു അമീൻ എന്ന ഐഡയിലുള്ള സുഹൃത്ത് പല പ്രാവശ്യമായി ഈ ഒരു വിഷയം ഉന്നയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒന്ന് എടുത്തിട്ടത്.
അതായത് അദ്കിയ എന്ന് പറയുന്ന കിതാബിൽ കാണാം ഒരു ബൈറ്റ്. ആ ബൈറ്റ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് ശരീഅത്തിന്റെ ബാഹ്യമായ നിയമങ്ങൾ പാലിച്ച് ഇബാദത്ത് ചെയ്യുക. അതായത് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന് 2 ഭയഭക്തിയാണുള്ളത്. ഒരു ഭയഭക്തി എന്താ? ഖൽബിയായ ഭയഭക്തി. മറ്റൊരു ഭയഭക്തി എന്താ? അവയവങ്ങളെ കൊണ്ടുള്ള ഭയഭക്തി ഉണ്ട്. എന്നെങ്ങനെ അവയവങ്ങളെ കൊണ്ടുള്ള ഭയഭക്തി? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് എങ്ങനെയാണ് കൈയുയർത്തേണ്ടത് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ കൈയുയർത്തുക. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് 2 കൈയും ചുമലിന്റെ നേരെ കിബിലക്ക് മുന്നിരീച്ച് 2 ഉള്ളൻ കൈയും കിബിലയിലേക്കാവുന്ന രൂപത്തിൽ കയ്യ് ഇങ്ങനെ പൊന്തി 2 ചുമലിന്റെ നേരേക്ക് വരുമ്പോഴേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അവസാനിക്കണം. അപ്പൊ നമ്മളെ കൈ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി തൂക്കിയിട്ടു. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കിബിലയിലേക്ക് മുന്നിട്ട് ശരിയായ രൂപത്തിൽ നിന്ന് അപ്പൊ കൈ നമ്മൾ തൂക്കിയിട്ടിക്കേക്കാലം. ആ തൂക്കിയിട്ട കയ്യിന്റെ അവിടെന്ന് നിയ്യത്തൊക്കെയും ശരിയാക്കി അല്ലാഹു അക്ബർ അല്ലെ എന്ന് നമ്മൾ ആ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി 2 കയ്യും ചുമലിന്റെ നേരേക്ക് വരുമ്പോഴേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അവസാനിച്ചു. എന്നിട്ട് പിന്നെ ചുമലിന്റെ നേർഭാഗത്തിൽ നിന്ന് നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൈ കൊണ്ടുവരേണ്ടത് ഒന്നും മിണ്ടാതെയാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മളിങ്ങനത്തെ തുടങ്ങും 2 കയ്യും തൂക്കിയിട്ടുണ്ടാവും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ ഇടത്തെ കയ്യിന്റെ മുകളിൽ വലത്തെ കൈ വെക്കുന്നത് വരെ തക്ബീറത്തുൽ ഇഹ്റാം നീട്ടിക്കൊണ്ടുപോവുക. അത് അവയവങ്ങളെ കൊണ്ടുള്ള ഭയഭക്തിക്കെതിരാ. അതുപോലെ തന്നെ സുജൂദിൽ എങ്ങനെ കൈ വെക്കണം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഓരോ ഇബാദത്തുകളും പ്രത്യക്ഷമായ രൂപത്തിൽ ബാഹ്യമായ രൂപത്തിൽ ശരീഅത്തിന്റെ ചില നിയമവശങ്ങളുണ്ട്. ആ നിയമവശങ്ങളൊക്കെ പാലിച്ച് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബ് ഇങ്ങനെ ശുദ്ധീകരിച്ച് ഇങ്ങനെ വരും. ആ ഖൽബ് ശുദ്ധീകരിച്ച് വരുമ്പോൾ അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നോട്ടം നമ്മുടെ ഖൽബിലേക്ക് കിട്ടും. അതിനാണ് നൂറു തജല്ലിയാത്ത് എന്ന് പറയാം. അള്ളാന്റെ ഒരു നോട്ടം നമ്മുടെ ഖൽബിലേക്ക് വരിക. ആ നോട്ടം വരുന്ന രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകൾ ചെയ്തു വരിക. ആ നോട്ടം നമ്മുടെ ഖൽബിലേക്ക് വന്നാൽ അവരെന്താവും? അവിടെ മുതൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യങ്ങൾ കൂടി ഇങ്ങനെ വരും. ആ ഇബാദത്തുകൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ കൂടി വരുമ്പോൾ എന്താവും? നമുക്ക് ഇനി ഓരോ കാര്യങ്ങളും അതിന്റെ ശരിയായ രൂപത്തിലാവണമെന്ന ചിന്ത. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു മാധുര്യം, നിസ്കാരം ഇങ്ങനെ കഴിയുമ്പോ നമുക്ക് ഒരു നിസ്കരിക്കാൻ നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകമായ താല്പര്യങ്ങൾ വരും. അപ്പൊ ബിസ്മി ഓതിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമില്ല. ഓതിയിട്ടില്ല എന്ന് ഉറപ്പ് വരരുത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഒരു കൊത്ത തേങ്ങി എത്ര വ്യത്യാസമുണ്ട്? ഒരുപാട് വ്യത്യാസമില്ലേ? ഒരു കൊത്ത തേങ്ങി അതൊരുപാട് വ്യത്യാസമുണ്ട്. എന്നതുപോലെ ഇമാമ് ബിസ്മി ഓതിയിട്ടില്ല എന്ന് ഉറപ്പാവരുത്. ഉദാഹരണം പറയാ, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉറപ്പാ. ഇവിടെ ബിസ്മി ഓതിയിട്ടില്ല അല്ലേ? ബിസ്മി ഓതിയിട്ടില്ലാന്ന് ഉറപ്പല്ലേ? ഏതായാലും വെള്ളിയാഴ്ചയാണല്ലേ? ഗൾഫുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. ഒരുപാട് പ്രാവശ്യം നമ്മൾ ആ മസ്അലയുടെ ഗൗരവക്കും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമ് അല്ലാഹു അക്ബർ
ഇമാം കുറെ നേരം ഇങ്ങനെ മുണ്ടാതെന്ന്. കുറച്ച് കഴിഞ്ഞേക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം ഉറപ്പാലോ, ഒരു കാര്യം ഉറപ്പാ, ഇവിടെ ബിസ്മി ചൊല്ലിക്കണേന് നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ചെല്ലിയിട്ടില്ല എന്ന് ഉറപ്പില്ല, അല്ലെ? കാരണം എന്താ, ഓൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം മിണ്ടാതെ നിന്നിട്ടുണ്ട്. ആ സമയത്ത് അവൻ എന്തായേക്കാം, ബിസ്മി ചൊല്ലിയിട്ടുണ്ടായേക്കാം എന്ന ഒരു നിഗമനം, ഒരു ഹുസ്നുല്ലഞ്ഞ്, ഒരു നല്ല ഭാവന, ആ നിലക്ക് അവന്റെ പിന്നിൽ തുടരാം. നേരെ മറിച്ച് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉറപ്പാ, ഇപ്പം ബിസ്മി ചൊല്ലിയിട്ടില്ല. ഇത് പലപ്പോഴും ഗൾഫിലുള്ള ജുമുഅ നിസ്കാരത്തിന്റെയും അല്ലാത്ത നിസ്കാരത്തിന്റെയും രണ്ടാമത്തെ റക്അത്തിൽ പല സുഹൃത്തുക്കളും വിളിച്ച് ചോദിച്ചു പറയാറുണ്ട്. എന്ത്, ഒന്നാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് കുറെ സമയം ഇങ്ങനെ കുറച്ച് സമയം നിൽക്കുന്നു, ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് വജ്ജത്ത്, അതൊന്നും ഇപ്പൊ നമ്മക്കറിയാം. എന്താ, ഓൻ അല്ലാഹു അക്ബർ പറഞ്ഞതിന് ശേഷം ബിസ്മി ചൊല്ലിയിട്ട് ഉണ്ടാവൂലേക്കാലം, ഓൻ വജ്ജത്ത് ഓതേക്കാലം, അല്ലെങ്കിൽ വെറുതെ നിൽക്കേക്കാലം. പക്ഷെ നമുക്കൊരു ഭാവന ഉണ്ടല്ലോ, ഒരു ബിസ്മി ഓതാനുള്ള സമയം അവൻ മിണ്ടാതെ നിൽക്കുന്നത് കേട്ടു. ആ സമയത്ത് അവൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകുമെന്ന നല്ല വിചാരം അവനെ സംബന്ധിച്ച് വിചാരിച്ച് അവൻ ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവന്റെ പിന്നിൽ തുടരാം. നമ്മുടെ ഷാഫിഈ മദ്ഹബിലെ എല്ലാ ഫിഖ്ഹിന്റെ കിതാബും നോക്കിയാൽ ഈ മസ്അല കാണാം. നേരെ മറിച്ച് ഞാൻ പറയട്ടെ, രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, ഒന്നാമത്തെ റക്അത്തിലെ 2 സുജൂദും കഴിഞ്ഞ് അതാ അവൻ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ സുജൂദ് കഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നിൽക്കുന്നു. നിന്ന ഉടനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം ഉറപ്പാണ്, രണ്ടാമത്തെ റക്അത്തില് അവൻ ഫാത്തിഹയിൽ ബിസ്മി ഓതിയിട്ടില്ല എന്നിവർ ഉറപ്പായിട്ടുണ്ട്. കാരണം സുജൂദിൽ നിന്ന് വന്നു അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട ഷാഫിയാക്കളാകുന്ന ഇമാമിങ്ങളെ, ഞാൻ ഇവിടെ എന്തു വേണമെന്ന് ആലോചിച്ച് നിന്നാൽ തബ്തുലു സ്വലാത്തു, നിസ്കാരം അങ്ങോട്ട് ബാത്തിലാകും. പടച്ചോനെ, ഇവൻ ബിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ, ഞാൻ എന്താഞ്ഞ് കാത്തേണ്ടത്, ഇവിടെ പൊരുത്തം കിട്ടുന്നില്ലല്ലോ, വിട്ട് പിരിയാതിരിക്കാവാന്ത് അല്ല, ഉടനെ ഇമാമുമായി ഞാൻ വിട്ടുപിരിയുന്നു എന്നത് കരുതുക. ഇമാമുമായി ഞാൻ വിട്ടുപിരിയുന്നു അങ്ങോട്ട് കരുതുക. പിന്നെ ഒറ്റക്കോ റക്അത്താൻ നിസ്കരിച്ച് പൂർത്തിയാക്കുക. അപ്പൊ ഉസ്താദെ ജുമുഅയാണെങ്കിലോ അങ്ങനെ തന്നെ. ജുമുഅയുടെ ഒരു റക്അത്തിലെ ജമാഅത്ത് എന്താവുള്ളൂ, ഷർത്തുള്ളൂ. അതിന് നല്ല വിശദീകരണമായിട്ട് ആ ഒരു ക്ലാസ് തന്നെ ഞാൻ നമ്മുടെ KMIC-യിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ജുമുഅന്റെ രണ്ടാമത്തെ റക്അത്തിൽ, മറ്റു ജമാഅത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ബിസ്മി ഓതിയിട്ടില്ല എന്ന് ഉറപ്പ് വന്നാൽ എന്ത് വേണമെന്നൊരു ഫിഖ്ഹിയായ ക്ലാസ് കുറെ മുന്നേ വക്കോതുള്ളവർ വാങ്ങി കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി പുതിയതായി നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം പറയട്ടെ, അവരങ്ങൾക്കൊരു ഇഷ്കാല് വരും. പുതിയ ശ്രോതാക്കൾക്ക്, പഴയ ശ്രോതാക്കൾക്ക് ആ ഇഷ്കാല് വരൂല. കാരണം ഞാൻ അന്നത് വിശദീകരിച്ചിട്ടുണ്ട്. ഉസ്താദെ, ഇന്റെ അറബിയുടെ പോകുമ്പോ ഇന്റെ കഫീലിന്റെ ഒപ്പം ഞാൻ ഡ്രൈവറാണ്, അയാള് ഒപ്പം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാ, ഞങ്ങൾ ചിലപ്പം ഇങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാ. ഇന്റെ കഫീൽ എന്ത് ചെയ്യാറില്ല, ബിസ്മി ഓതലില്ല. പക്ഷെ കഫീലിന്റെ ഒപ്പം ജമാഅത്തായി നിസ്കരിച്ചില്ലെങ്കിലോ കഫീല് തെറ്റുധരിക്കും, അല്ലെങ്കിൽ കഫീല് ചൂടാവും. അപ്പൊ ഞാൻ എന്താ കാട്ടുക, ഇഷ്കാലല്ലേ. എത്രയോ അറബികൾ അങ്ങനെ കണ്ടിട്ടില്ലേ? KP കരീം ഉസ്താദ് വന്നിട്ടുണ്ട്, ബാക്കി ഇനി ഉസ്താദ് പറയും. എന്റെ കഫീലിനോട് ചൂടാവും. കാരണം ഈ അറബികളൊപ്പം യാത്ര ചെയ്യുമ്പോ ഓലേക്കാരി ഇമാം വെക്കുക. ഓറ്റങ്ങളാണെങ്കിൽ എന്തും ചെയ്യൂല, ചിലപ്പം ഷോക്സുമ്മ തടഞ്ഞു ഒതുണ്ടാക്കിയ ടീമേക്കാലം കഫീലെ അറബിയെ, ചിലപ്പോ ബിസ്മി ഓടാത്ത ടീമേക്കാലം. ഓന്റെ ഒപ്പം തുടർന്ന് നിസ്കരിച്ചില്ലെങ്കിലോ എന്താവും,
ഓൻ ചൂടാവും ഇല്ലേ? അല്ലെങ്കിൽ ഓന് എന്തെങ്കിലൊക്കെ വിളിച്ചു പറയും. അങ്ങനെ ഒരു വിഷയം. ചില കമ്പനികൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കമ്പനികളിൽ ജോലി ചെയ്യുമ്പോ അവരുടെ കമ്പനികളുടെ ഗ്രൗണ്ടിലോ നിസ്കാര പല്ലുണ്ടാവും. ആ നിസ്കാര പള്ളിയിൽ ചിലപ്പം ഒരു ഇമാമുണ്ടാവും. ഇപ്പൊ ഞാനും തിരുവമ്പാ ഞങ്ങള് ഉമ്മക്ക് പോയപ്പോ നിക്കാരിയ കൂരിയാതെ ഇന്നോ ജുമാക്ക് പോകാന് നിക്കാരിയ ജുമാക്ക് പോകാനാണ് യഥാർത്ഥ. ഒരു മിനിറ്റ്, ഞാനത് ഏതായാലും ഒരുപാട് ഗൾഫേലുണ്ടല്ലോ. ഒരുപാട് ഗൾഫേൽ ആ മസലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നമ്മൾ ഏതെങ്കിലും ജുമാക്ക് പോയി അതേമായിക്കന്നെ പള്ളിയിൽ പോയിട്ട് അറബി കാലുമ്മ ചോക്സ് തിങ്ങാണ്ട് ചോക്സുമ്മ തടഞ്ഞു ഒലുണ്ടാക്കുന്ന ആളാ. ഓന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. ബിസ്മി ഓതിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ ഓന്റെ പിന്നിലെ നിസ്കാരം സഹിയല്ല. ഉസ്താദെ ഞാൻ ഓന്റൊപ്പം തുടർന്ന് നിക്കരിച്ചില്ലെങ്കിൽ ആ ചെങ്ങായിനോട് ചൂടാവും. ചിലപ്പം വട്ടൂരിയിട്ട് തലക്ക് അടിവരെ കിട്ടും. ഇജ്ജെന്താ നിസ്കരിക്കാത്തെന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്താ കാത്താന്നൊരു പ്രശ്നമില്ലേ? അതൊരു വിഷയല്ലേ? ഗൾഫുകാരെ സംബന്ധിച്ച് ആ മസ്അല വലിയൊരു വിഷയ. ഒരു വിഷയമില്ല. ഫിഖിന്റെ കിതാബിൽ അതിനൊക്കെ അതിനാൽ അങ്ങനത്തെ ഷാഫിയാക്കലാവുന്ന നമ്മൾ എന്തു ചെയ്യണം എന്ന മസ്അല പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവുള്ള സമയത്ത് പഠിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ റെക്കോർഡ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ക്ലാസ് എടുത്ത റെക്കോർഡ് ഉണ്ടോന്ന് അറിയില്ല. ഉള്ളവരത് വാങ്ങി കേൾക്കണം. ഏതായിരുന്നാലും ഇഖ്ലാസ് എന്ന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താ? ഓരോ ഇബാദത്തും ചെയ്യുമ്പോ അതിന്റെ കുറെ ഫിഖ്ഹിയായ മസ്അലകൾ ഉണ്ടാവും. അത് ശരിയായ രൂപത്തിൽ ചെയ്യുന്ന സമയത്ത് എന്താവും? നമ്മുടെ ഖൽബിലേക്ക് അള്ളാഹുവിന്റെ ഒരു നോട്ടം വരും. എന്റെ അടിമ ആ ഒരു അതിന്റെ ആ ഇബാദത്ത് അത് ചെയ്യേണ്ട രൂപത്തിലാണ് അവൻ ചെയ്യുന്നത് എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു നോട്ടം വരും. ആ നോട്ടം ലഭിക്കലാണ് നമ്മുടെ മനസ്സിൽ ഭയഭക്തി വരും. ആ ഭയഭക്തിയിലൂടെ ഇബാദത്തിനോട് താല്പര്യം വരും. ഇബാദത്തിനോട് താല്പര്യം വന്നാൽ എല്ലാം റബ്ബിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തും എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞ് ജുമാക്ക് സമയമായിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇങ്ങനെ കുറച്ചു നേരം കേൾക്കാച്ചിട്ട് വന്നതാണ്. നമ്മുടെ മുസ്തഫാലൂരും കുറച്ച് ആൾക്കാർ നാലാള് നാട്ടിന്ന് പോകാൻ പറഞ്ഞാൽ നാട് വിടണം എന്നാണ് മസ്അല. സ്വന്തം നാട്ടിൽ നിന്ന് നാലാൾക്കാർ പോകാൻ പറഞ്ഞാൽ നാട് ഒഴിവാക്കണം എന്നാ. അപ്പൊ നാലാള് പറയുമ്പോ നമ്മളത് കേൾക്കണ്ടേച്ചിട്ട് മൈക്കയിലേക്ക് വന്നതാണ്. എല്ലാവരും വിഷയൊപ്പിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഏതായാലും ദുആ വസിയത്തോടുകൂടെ മൈക്ക വിടുന്നു. ദുആ വസിയത്തോടെ